എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് വിനീതമായ നമസ്കാരം. എൻ്റെ പേര് മോഹനചന്ദ്രൻ നായർ. ഞാൻ അനന്തപുരി ഫിലാറ്റലിക് അസോസിയേഷൻ്റെ സെക്രട്ടറിയാണ്. അതുപോലെ തന്നെ അനന്തപുരി സ്റ്റാമ്പ് ബുള്ളറ്റിൻ എന്ന് പറയുന്ന ഒരു ഡിജിറ്റൽ മാഗസിൻ്റെ എഡിറ്ററും കൂടിയാകും. 7ാം ക്ലാസ് മുതൽ ഞാൻ സ്റ്റാമ്പ് കളക്ഷൻ തുടങ്ങി. 63 വയസ്സായി. ഇപ്പോഴും ഞാനത് കണ്ടിന്യൂ ചെയ്ത് പോകും. ഇന്ന് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് തീമാറ്റിക് കളക്ഷനെ കുറിച്ചാണ്. അതിനു മുമ്പ് നമുക്ക് എന്തെല്ലാം തരം കളക്ഷൻ ഉണ്ടെന്ന് ആദ്യം നോക്കാം. സ്റ്റാമ്പ് കളക്ഷൻ തുടങ്ങുമ്പോൾ തന്നെ എല്ലാവരും തുടങ്ങുന്നത് കൺട്രി കളക്ഷൻ എന്നുള്ള രീതിയിലാണ്. അതിനെ പറയുന്നത് ട്രഡീഷണൽ കളക്ഷൻ എന്നാണ് അതിനെ പറയുന്നത്. ഇപ്പോൾ ട്രഡീഷണൽ കളക്ഷൻ ഉണ്ട്, പോസ്റ്റൽ ഹിസ്റ്ററി കളക്ഷൻ ഉണ്ട്, പോസ്റ്റൽ സ്റ്റേഷനറി കളക്ഷൻ ഉണ്ട്, യൂത്ത് ഫിലാറ്റലി എന്ന് പറയുന്ന ഒരു വിങ് ഉണ്ട്, എയ്റോ ഫിലാറ്റലി ഉണ്ട്, ആസ്ട്രോ ഫിലാറ്റലി ഉണ്ട്. അങ്ങനെ പലതരത്തിലുള്ള കളക്ഷൻസ് പലരും നടത്തുന്നുണ്ട്. ഇവിടെ ഞാൻ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് തീമാറ്റിക് ഫിലാറ്റലിയെ കുറിച്ചാണ്. തീമാറ്റിക് ഫിലാറ്റലി ആകുമ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എളുപ്പത്തിൽ കളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ് തീമാറ്റിക് ഫിലാറ്റലി. 1928 തീമാറ്റിക് കളക്ഷൻ തുടങ്ങുന്നത്. അത് പോപ്പുലറായത് 1938 ആദ്യമായിട്ട് ഒരു എക്സിബിഷനിൽ തീമാറ്റിക് ക്ലാസ് സംഘടിപ്പിക്കുന്നത് 1970 അതിനുശേഷമുള്ള എല്ലാ എക്സിബിഷനുകളിലും തീമാറ്റിക്സ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ടായിരിക്കും. അതിൽ പലരും പങ്കെടുക്കുന്നുണ്ട്, സമ്മാനങ്ങൾ വാങ്ങുന്നുണ്ട്. നമുക്ക് തീമാറ്റിക്സ് കളക്ഷൻ തുടങ്ങുന്നതിന് മുമ്പേ ആദ്യമായിട്ട് ഒരു തീം സെലക്ട് ചെയ്യണം. അതാണ് ഏറ്റവും പ്രധാനം. നമുക്കിഷ്ടപ്പെട്ട ഒരു വിഷയം നമ്മൾ നമ്മുടെ തീമാറ്റിക് കളക്ഷനായിട്ട് എടുക്കുക. ആ വിഷയം എന്ന് പറയുന്നത് ചിലപ്പോൾ സ്പോർട്സ് ആകാം, ഫ്ലവേഴ്സ് ആകാം, ബേർഡ്സ് ആകാം, ആനിമൽസ് ആകാം, കാർട്ടൂൺസ് ആകാം, പെയിൻറ്റിങ്സ് ആകാം, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആകാം. ഇങ്ങനെ പലതരത്തിലുള്ള തീമുകൾ എടുക്കുക. ആ തീമിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. അതാണ് നമ്മുടെ കളക്ഷൻ എന്നുള്ള രീതിയിൽ അതിനോടനുബന്ധിച്ചിട്ടുള്ള എല്ലാ ഫിലാറ്റലിക് മെറ്റീരിയൽസ് എന്താണെന്നുള്ളത് ഞാൻ പിന്നെ പറഞ്ഞു തരാം. സ്റ്റാമ്പുകളും അതിനോടനുബന്ധിച്ചുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ കളക്ട് ചെയ്യുക. ഈ കളക്ഷനെ ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ ഒരു എക്സിബിഷനാക്കി മാറ്റുന്നതിനാണ് തീമാറ്റിക് കളക്ഷൻ എന്ന് പറയുന്നത്. പുതിയ തീമുകൾ ഒരുപാട് ഇറങ്ങുന്നുണ്ട്. സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത്, പിന്നെ എഡ്യൂക്കേഷൻ, എയ്ഡ്സ്, ഹാർട്ട് ഡിസീസസ്, ഇങ്ങനെ പലതരത്തിലുള്ള പുതിയ തീമുകൾ വരുന്നുണ്ട്. പലരും പുതിയ ഇന്നോവേഷനിലാണ്. അങ്ങനത്തെ പുതിയ തീമുകൾ കണ്ടുപിടിച്ച് അതെടുക്കുന്നതായിരിക്കും ഇന്നത്തെ കാലത്ത് ഏറ്റവും നല്ലത്. അനിമൽസും സ്പോർട്സും ഫ്ലവേഴ്സും ബേർഡ്സും ഒക്കെ ആണെങ്കിൽ ഒരുപാട് സ്റ്റാമ്പുകൾ ഇന്ന് ഇറങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ട് അതിനെ കുറച്ചുകൂടെ നമ്മൾ ലഘൂകരിക്കുവാനാണ് നോക്കുന്നത്. ഇപ്പോൾ അനിമൽസിൽ തന്നെ പലരും ഹോഴ്സ്, കൗസ്, ഡോഗ്സ്, അങ്ങനെ പല രീതിയിൽ സെഗ്രിഗേറ്റ് ചെയ്ത് കളക്ട് ചെയ്യുന്നുണ്ട്. ബേർഡ്സിൽ തന്നെ പാരറ്റ്സ്, പിജിയൻ, അങ്ങനെ പല രീതിയിൽ ബേർഡ്സിനെ കളക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ ഒരു ചെറിയ നാരോ തീമാക്കി എടുക്കുക. അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ആവശ്യം. കാരണം സ്റ്റാമ്പുകൾ ഇന്ന് ഒരുപാട് ലോകത്തിൽ പല ഭാഗങ്ങളിൽ ഇറങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ട് അതിനൊരു നാരോ തീമാക്കി അതിനെ മാത്രം കളക്ട് ചെയ്ത് പ്രദർശിപ്പിക്കുക. ഇതാണ് തീമാറ്റിക് കളക്ഷനിലെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകം. ഏതെല്ലാം തരം മെറ്റീരിയൽസ് തീമാറ്റിക് കളക്ഷനിൽ ഉപയോഗിക്കാം എന്നുള്ളത് ഇനി നമുക്ക് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ടത് സ്റ്റാമ്പുകൾ തന്നെയാണ്. സ്റ്റാമ്പുകളിൽ യൂസ്ഡും മിൻറ്റുമായിട്ടുള്ള സ്റ്റാമ്പുകൾ ഉപയോഗിക്കാം. എന്നാൽ CTO എന്ന് പറയുന്ന ക്യാൻസൽ ടു ഓർഡർ, അതിനെയാണ് CTO എന്ന് പറയുന്നത്. അത്തരം സ്റ്റാമ്പുകൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഭംഗി. പിന്നെയുള്ളത് ക്യാൻസലേഷൻസ് ആണ്, പോസ്റ്റൽ മാർക്കിങ്സ്, പോസ്റ്റൽ സ്റ്റേഷനറി, അതുപോലെ തന്നെ ഓവർ പ്രിൻറ്റ്സ്, പെർഫറേഷൻസ്, എറേഴ്സ്, ഇങ്ങനെയുള്ള സ്റ്റാമ്പുകൾ
കളക്ട് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. നമുക്ക് ഈ സ്റ്റാമ്പുകൾ നിങ്ങളെല്ലാവരും കണ്ടിരിക്കും. ഞാനത് കാണിച്ചു തരാം എന്തൊക്കെയാണ് ഈ സ്റ്റാമ്പുകൾ എന്നുള്ളത്. ഇതിപ്പോൾ എൻ്റെ ഔളെന്ന് പറയുന്ന ഒരു കളക്ഷനിൽ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റാമ്പുകളാണ്. ഔളാണ് ഇതിൻ്റെ തീം. എല്ലാവർക്കും കാണാമെന്ന് വിചാരിക്കുന്നു. ഈ സ്റ്റാമ്പുകളാണ് നമ്മൾ സാധാരണയായിട്ട് ഒരു തീമാറ്റിക് കളക്ഷനിൽ ഉപയോഗിക്കുന്ന സ്റ്റാമ്പുകൾ. രണ്ടാമത്തത് ക്യാൻസലേഷൻസ് ആണ്. ഇത് ക്യാൻസലേഷനാണ്. ഇത് സ്റ്റാമ്പ് കണ്ടോ, ഇതിലുള്ള പറയുന്ന ഈ 2 സ്റ്റാമ്പും ഔളല്ല, പക്ഷേ അതിൻ്റെ ക്യാൻസലേഷൻ നോക്കൂ. ക്യാൻസലേഷനിലെ ഔളിനെയാണ് കാണുന്നത്. 2 ഔള് കാണുന്നുണ്ട്. ഇതാ ഒരു ഔള്, ഇതാ ഒരു ഔള്, 2 ഔളൊന്നും കാണുന്നുണ്ട്. അപ്പോൾ ഈ ക്യാൻസലേഷൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നേരെ മറിച്ച് ഈ സ്റ്റാമ്പ് ഇവിടെ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ്. എങ്കിലും ആ സ്റ്റാമ്പിലാണ് ക്യാൻസലേഷൻ പതിച്ചിരിക്കുന്നത് കൊണ്ട് ആ സ്റ്റാമ്പും കൂടെ നമുക്ക് ഈ എക്സിബിറ്റിൽ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കും. വേറൊരു ക്യാൻസലേഷനാണിത്. ഇത് ഔളിൻ്റെ ക്യാൻസലേഷനാണ് ഇതാ കാണുന്നത്. അതും വേറൊരു സ്റ്റാമ്പാണ്, ഔളിൻ്റെ സ്റ്റാമ്പല്ല, വേറൊരു സ്റ്റാമ്പിലാണ് ഈ ക്യാൻസലേഷൻ കാണിച്ചിരിക്കുന്നത്. ഇതൊരു പോസ്റ്റൽ സ്റ്റേഷനറി എന്ന് പറയും. പോസ്റ്റ് കാർഡ് ആണെങ്കിലും അത് ഔളിൻ്റെ തന്നെയാണ് ക്യാൻസലേഷൻ ഉള്ളത്, ഔളിൻ്റെ തന്നെയാണ് ഈ പടമുള്ളത്. അപ്പോൾ ഇത് രണ്ടും എന്തായാലും ഉപയോഗിക്കാൻ പറ്റും. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഫുള്ളായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതൊരു പോസ്റ്റൽ സ്റ്റേഷനറിയാണ്. ആ തീം എന്ന് പറയുന്ന ഔളിൻ്റെക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണിത്, പോസ്റ്റൽ സ്റ്റേഷനറി. ഇതും അതുപോലെ വേറൊരു പോസ്റ്റൽ സ്റ്റേഷനറിയാണ്. ഇതൊരു എൻവലപ്പാണ്. ഈ എൻവലപ്പും പോസ്റ്റൽ സ്റ്റേഷനറി. ഇവിടെ ഔളിൻ്റെ പടമൊക്കെ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്രിൻ്റ് ചെയ്ത് വയ്ക്കുന്നത് കൊണ്ട് തന്നെയാണത് നമുക്ക് പോസ്റ്റൽ സ്റ്റേഷനറിയും ഇതിനെ തീമാറ്റിക് കളക്ഷനായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇങ്ങനത്തത് ഇത് മറ്റൊരു കാർഡാണ്, പോസ്റ്റ് കാർഡാണ്. ചെക്കോസ്ലോവാക്യയുടെ പോസ്റ്റ് കാർഡാണ്. അതിലും ഒരു ഔളിനെ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതും നമ്മുടെ ഔളെന്ന് പറയുന്ന എൻ്റെ കളക്ഷനിൽ ഞാൻ ഉപയോഗിക്കാൻ പോവുകയാണ്. ഇത് വേറൊരു പോസ്റ്റ് കാർഡാണ്. ഇതിൻ്റെ തീം എന്ന് പറയുന്നത് കുതിരയാണ്. കുതിരയുടെ സ്റ്റാമ്പും അതുപോലെ തന്നെ ഒരു പടവും ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെയും നമുക്ക് തീമാറ്റിക് കളക്ഷനിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇതാ നോക്കൂ, മറ്റൊരു ഇതാണ് എയ്റോഗ്രാമാണ്. ഈ ഇംഗ്ലണ്ടിൻ്റെ എയ്റോഗ്രാം. ഇതിലെന്തെല്ലാം പടങ്ങളുണ്ടെന്ന് നോക്കൂ. ഒരു കുതിരവണ്ടിയുണ്ട്, കുറച്ച് ആളുകൾ ഇവിടെ നിൽക്കുന്നത് കാണാം. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിൽ വേറൊരു കുതിരവണ്ടിയുണ്ട്. അപ്പോൾ ഇതെല്ലാം കുതിരയുടെ തീമിൽ ഉപയോഗിക്കാം. വേണമെങ്കിൽ ഈ പടം എടുത്തതാണ്. ഇതിൽ ബാഗുണ്ട്, ബാഗിൻ്റെ തീമിൽ ഉപയോഗിക്കാം. കുറച്ച് സ്ത്രീകളുണ്ട്. പിന്നെ ഏത് തീമിൽ വേണമെങ്കിലും അതിന് അനുയോജ്യമായ പടം നോക്കിയിട്ട് നമുക്കതിൽ വയ്ക്കാൻ പറ്റും. ഞാനിത് കുതിരയുടെ കളക്ഷനിൽ ഉപയോഗിക്കാൻ വേണ്ടി വച്ചിരിക്കുന്ന ഒരു എയ്റോഗ്രാമാണ്. ഇതിന് പറയുന്ന എയ്റോഗ്രാം എന്ന് പറയും, ഇംഗ്ലണ്ടിൻ്റെ എയ്റോഗ്രാമാണ്. ഇനി പറയുന്നത് മീറ്റർ ക്യാൻസലേഷൻസ് എന്നാണ്. മീറ്റർ ക്യാൻസലേഷൻസ് എന്ന് പറയുന്നത് ഇതാ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ, കാണാമോ എന്നറിയില്ല എനിക്ക്. ഇതാണ് മീറ്റർ ക്യാൻസലേഷൻ. അതിലൊരു ഔളിൻ്റെ പടമുണ്ട്. ഇത് മെഷീനാണ് ക്യാൻസൽ ചെയ്യുന്നത്. ഇത് ലെറ്റർ വെച്ച് കൊടുക്കുമ്പോൾ മെഷീൻ ഓട്ടോമാറ്റിക്കായിട്ട് പ്രിൻ്റ് ചെയ്യുന്നതാണ്. ഇങ്ങനത്തെ ക്യാൻസലേഷനും നമുക്ക് ഉപയോഗിക്കാം. ഇതാ മറ്റൊരു മീറ്റർ ക്യാൻസലേഷനാണ്. ഇത് വേറൊരു മീറ്റർ ക്യാൻസലേഷനാണ്. ഇതിലും ഔളിനെ കാണാൻ പറ്റും. ഇത് വേറൊരു മീറ്റർ ക്യാൻസലേഷൻ, അതിലും ഔളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ക്യാൻസലേഷൻസും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇനി വേറൊരു മെറ്റീരിയലാണ് ബുക്ക്ലെറ്റ്സ് എന്ന് പറയുന്നത്. ബുക്ക്ലെറ്റ്സ് എന്ന് പറയുമ്പം ചില കൺട്രീസ് സ്റ്റാമ്പുകൾ ഒരുമിച്ച് ഒരു സെറ്റായിട്ട് ഇറങ്ങുന്ന സ്റ്റാമ്പുകളെല്ലാം കൂടെ ഒരുമിച്ച് ഒരു ചെറിയ ബുക്കാക്കിയിട്ട് അത് പ്രസിദ്ധീകരിക്കും. അത് പലരും വാങ്ങി ഉപയോഗിക്കാറുണ്ട്. അങ്ങനത്തെ ബുക്ക്ലെറ്റും നമുക്ക്
തീമാറ്റിക് കളക്ഷനിൽ ഉപയോഗിക്കാം. ആ ബുക്കിലെറ്റിൻ്റെ ഫ്രണ്ടിൽ വരുന്ന പടം വേണമെങ്കിൽ ഉപയോഗിക്കാം, അതല്ല അതിനകത്തുള്ള സ്റ്റാമ്പുകൾ വേണമെങ്കിൽ അതും ഉപയോഗിക്കാം. ഏതാണോ നമ്മുടെ തീമിന് യോജിച്ച് വരുന്നത് അത് നമുക്ക് ഉപയോഗിക്കാം. ഇവിടെ ഞാൻ ഇതാ കാണിക്കുന്ന ഇതൊരു ബുക്കിലെറ്റാണ്. ജേഴ്സിയുടെ ഒരു ഔളിൻ്റെ ബുക്കിലെറ്റാണ് കാണിക്കുന്നത്. ഇതിൽ ഫ്രണ്ട് പേജാണ്. അതിൽ 2 ഔളിൻ്റെ പടം കാണിച്ചിട്ടുണ്ട്. ബാക്ക് സൈഡിൽ അതും ഒരു ഔള് പറക്കുന്ന പടം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എനിക്ക് ഫ്രണ്ടോ ബാക്കോ വേണമെങ്കിലും ഇതിൽ എക്സിബിറ്റിൽ കാണിക്കാൻ പറ്റും, തീമാറ്റിക് എക്സിബിറ്റിൽ. അതുപോലെ തന്നെ അതിനകത്ത് സ്റ്റാമ്പുകളുണ്ട്, ഉണ്ടോ? ഇപ്പോൾ 6 സ്റ്റാമ്പുകൾ അതിനകത്തുണ്ട്. ഓരോ പേജിലും സ്റ്റാമ്പുകൾ കാണും. അതിനെയാണ് ബുക്കിലെറ്റ് എന്ന് പറയുന്നത്. ഒരു ബുക്കായിട്ട് അവർ ഇറക്കുന്നതാണ്. ആ സ്റ്റാമ്പുകൾ നമുക്ക് കാണിച്ചും കൊണ്ട് നമുക്ക് തീമാറ്റിക്കിൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ ബുക്കിലെറ്റുകൾ നമുക്ക് എന്തോന്നില്ല തീമാറ്റിക് കളക്ഷനിൽ ഉപയോഗിക്കാൻ പറ്റും. ഇത്രയൊക്കെയാണ് നമുക്ക്. പിന്നെ ഉള്ളത് ഓവർ പ്രിൻറ്റ്സ് ആണ്. ഓവർ പ്രിൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു സ്റ്റാമ്പിൻ്റെ പുറത്ത് പ്രിൻ്റ് ചെയ്യുന്ന ഇതാണ്. അതിൽ പല ഫാൻസി ക്യാൻസലേഷൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ക്യാൻസലേഷൻസ് വരും. അത് എന്തെങ്കിലും ലെറ്ററോ എന്തെങ്കിലും നമ്മുടെ തീമുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണെങ്കിൽ അതെല്ലാം ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഉള്ളത് വാട്ടർ മാർക്സ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാമ്പിനെ നമ്മുടെ അകത്ത് കാണിച്ചിരിക്കുന്ന ഒരു പടമാണ് വാട്ടർ മാർക്സ് എന്ന് പറയുന്നത്. അത് നമ്മുടെ ലൈറ്റിൻ്റെ പ്രകാശത്തിൻ്റെ നേരെ പിടിച്ചു നോക്കിയാൽ, ഒരു സ്റ്റാമ്പ് പിടിച്ചു നോക്കിയാൽ അതിനകത്ത് കാണുന്ന വാട്ടർ മാർക്ക് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാകും. ആ വാട്ടർ മാർക്ക് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ തീമിനുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഉള്ളതാണ് ഫസ്റ്റ് ഡേ കവർ ഉപയോഗിക്കേണ്ടത്. ഫസ്റ്റ് ഡേ കവർ ഉപയോഗിക്കുമ്പോഴത്തേക്കും എപ്പോഴും ആളുകൾക്ക് ഒരു അബദ്ധം പറ്റാറുണ്ട്. ഫസ്റ്റ് ഡേ കവർ, ഇതൊരു ഫസ്റ്റ് ഡേ കവറാണ്, ഇന്ത്യയുടെ ഫസ്റ്റ് ഡേ കവറാണ്. ഈ ഫസ്റ്റ് ഡേ കവറിൽ ഇതാ ഇവിടെ ഒരു പുലിയെ കാണിച്ചിട്ടുണ്ട്. ഈ പുലിയുടെ പടം നമുക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ എക്സിബിറ്റിൽ കാണിക്കാൻ പറ്റില്ല. നേരെ മറിച്ച് ഈ 2 പുലിയും അതിനോടനുബന്ധിച്ചുള്ള ഒരു ക്യാൻസലേഷനും ഇത് നമുക്ക് കാണിക്കാൻ പറ്റും. ഈ 2 പുലിയുടെ കളക്ഷനിൽ വേണമെങ്കിൽ നമുക്ക് വൈൽഡ് ആനിമൽസിൻ്റെ ആ കളക്ഷനിലൊക്കെ വേണമെങ്കിൽ കാണിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ കാണിക്കുമ്പോഴത്തേക്കും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ പടം, ഈ സൈഡിലുള്ള പടം, ഇതിനെ നമ്മൾ കഴിയുന്നതും വിൻഡോ ചെയ്ത് മറച്ച് വെച്ചും കൊണ്ട് വേണമെങ്കിൽ ഇത്രയും ഭാഗം നമുക്ക് എക്സിബിഷനിൽ കാണിക്കാം. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വേറൊരു ചട്ടമ്പിസാമുകളുടെ ഇതാണ്. ഇതിലും ഈ ഭാഗത്തുള്ള പടത്തിനെ നമ്മൾ മറച്ചു വെക്കേണ്ടതാണ്. ഈ സ്റ്റാമ്പും ഈ ക്യാൻസലേഷനും മാത്രമേ നമുക്ക് തീമാറ്റിക് കളക്ഷനിൽ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത്രയും മെറ്റീരിയൽസ് നിങ്ങൾ സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ അടുത്ത് വേണ്ടത് ഇത് എക്സിബിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് എക്സിബിറ്റ് ചെയ്യണമെങ്കിൽ A4 സൈസ് പേപ്പർ അല്ലെങ്കിൽ A3 സൈസ് പേപ്പർ, അതിൽ നമ്മൾ സ്റ്റാമ്പുകൾ അറേഞ്ച് ചെയ്ത് അതിൽ കുറച്ച് മാറ്റേഴ്സൊക്കെ എഴുതി അതിനെ പ്രദർശിപ്പിക്കുന്നതിനാണ് എക്സിബിറ്റ് എന്ന് പറയുന്നത്. സാധാരണയായിട്ട് A4 പേജാണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. കാരണം എളുപ്പത്തിൽ അത് പ്രിൻ്റ് ചെയ്യാനും വലിയ പ്രയാസമില്ലാതെ ഒട്ടിച്ചെടുക്കാനും സാധിക്കുന്ന ഒന്നാണ് A4 സൈസ്. ഞാൻ കളക്ട് ചെയ്യുന്നതെല്ലാം A4 സൈസിലാണ്. അപ്പോൾ അതിൽ ആദ്യം വേണ്ടത് നമുക്ക് നമ്മുടെ കളക്ഷന് ഒരു ടൈറ്റിൽ കൊടുക്കുക എന്നുള്ളതാണ്. ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ ആ സ്റ്റോറിയുമായിട്ട് നമുക്കൊരു സ്റ്റോറി വേണം. ആ സ്റ്റോറിയുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കണം ടൈറ്റിൽ. ആ ടൈറ്റിലിനോട് അനുബന്ധിച്ചുള്ള കാര്യങ്ങളായിരിക്കണം സ്റ്റോറിയായിട്ട് പറയേണ്ടത്. അപ്പോൾ ഒരു ടൈറ്റിൽ, നല്ലൊരു ടൈറ്റിൽ സംഘടിപ്പിച്ച് അതിന് ഒരു ടൈറ്റിൽ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് വേണ്ടത് പ്ലാനാണ്. നമ്മൾ എങ്ങനെയാണ് നമ്മുടെ എക്സിബിറ്റ് നമ്മളിത് അറേഞ്ച് ചെയ്തിരിക്കുന്നു എന്നുള്ളത് ജഡ്ജസിനെയും വ്യൂവേഴ്സിനെയും കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്ലാൻ എന്ന് പറയുന്നത് നമ്മളൊരു ബുക്കിലെ കണ്ടൻസ് പേജ് എന്ന് പറയില്ലേ, അതുപോലെ തന്നെ ഉള്ളൊരു പേജാണ് പ്ലാൻ പേജ് എന്ന് പറയുന്നത്. ഈ പ്ലാൻ പേജിൽ ആദ്യം അതിൻ്റെ മെയിനായിട്ടുള്ള ഹെഡിങ്സ് എഴുതും, അത് കഴിഞ്ഞിട്ട് സബ് ഹെഡിങ്സ് എഴുതും. അപ്പോൾ ഇതെല്ലാം എഴുതി എത്ര പേജുകൾ വീതം ഓരോ ഹെഡിങ്സിലും ഉണ്ട് എന്നുള്ളത് വലതുവശത്ത് എഴുതും. ഞാൻ അതിൻ്റെ ഒരു ഉദാഹരണം കാണിച്ചു തരാം. ഇതാണ് പ്ലാൻ പേജ് എന്ന് പറയുന്നത്. എൻ്റെ ഹോഴ്സിൻ്റെ പ്ലാൻ പേജാണ് ഇത്. കണ്ടോ, ഇതിൽ ഓരോന്നിലും അതെ 1 എന്ന നമ്പർ എവല്യൂഷൻ, 2 ഹിസ്റ്ററി, 3 ലൈഫ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ താഴെ സബ് ഹെഡിങ് ആണ് ബർത്ത്, ഗ്രോത്ത്, ഹാബിറ്റ്സ്. അങ്ങനെ
എല്ലാ വെച്ച് 7 മെയിൻ ഹെഡിങ്ങാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അതിൽ പലതിലും സബ് ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. ഈ ഓരോ ഹെഡിങ്ങിൻ്റെ നേർക്ക് എത്ര പേജ് വീതം ഉണ്ടെന്നുള്ളത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എവല്യൂഷൻ്റെ പേജ് 2 പേജേ കാണുള്ളൂ, ഹിസ്റ്ററിയിൽ 5 പേജുണ്ട്. അങ്ങനെ ഓരോന്നിൻ്റെ പേജുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെയാണ് പറയുന്നത് പ്ലാൻ പേജ്. ഈ പ്ലാൻ പേജിന് മുമ്പേ വേണ്ടത് ഒരു ഇൻട്രൊഡക്ഷൻ പേജാണ്. ആ ഇൻട്രൊഡക്ഷൻ പേജ് എന്ന് പറയുന്നത് ഇപ്പം ഞാൻ എൻ്റെ കുതിരയുടെ ഇൻട്രൊഡക്ഷൻ പേജ് ഇതാണ്. ഇത് ഞാൻ കൊടുത്തിരിക്കുന്ന ഹോഴ്സസ് മാൻസ് ബെസ്റ്റ് ഫ്രണ്ട് എന്നാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ ഈ എക്സിബിഷനിനകത്ത് വരുന്ന ഉള്ളടക്കം എന്താണ് നമ്മൾ ചെയ്തിരിക്കുന്നത്, അതായത് ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്നുള്ളത് ഇവിടെ ചെറുതായിട്ടൊരു ഇൻട്രൊഡക്ഷൻ പോലെ കൊടുക്കുക. വേണമെങ്കിൽ ഒരു സ്റ്റാമ്പോ ഒരു മിനിയേച്ചർ ഷീറ്റോ എന്തെങ്കിലും വേണമെങ്കിൽ ഫ്രണ്ട് പേജിൽ ഒട്ടിക്കാം, അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി. അല്ലാതെ ഈ ഭാഗത്ത് വേണമെങ്കിൽ നമുക്ക് എന്ത് കലാവിരുത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഇതാണ് ഫ്രണ്ട് ഇൻട്രൊഡക്ഷൻ പേജ്. മറ്റുള്ള ഒരു പേജിൽ നമ്മൾ ആർട്ട് വർക്കോ ഒന്നും ചെയ്യാൻ പാടില്ല. വെറുതെ ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഹാൻഡ് റൈറ്റിംഗ്, കൈകൊണ്ട് എഴുതുക, ഇത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഈ ഒരു ഫസ്റ്റ് പേജിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനും കളറിലും ഒക്കെ പ്രിൻ്റ് ചെയ്യാനുള്ള അവകാശമുള്ളൂ. മറ്റുള്ള പേജെല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ വേറെ ആർട്ട് വർക്ക് ഒന്നും അതിൽ ചെയ്യാൻ പാടില്ല. ഇതിനെയാണ് ഫ്രണ്ട് ഇൻട്രൊഡക്ഷൻ പേജ് എന്ന് പറയുന്നു, ഇത് പ്ലാൻ പേജ് എന്ന് പറയുന്നു. അപ്പോൾ ഇൻട്രൊഡക്ഷനും പ്ലാനും ഇത് രണ്ടും ഒരു തീമാറ്റിക് കളക്ഷന് അത്യാവശ്യമാണ്. അതില്ലാതെ ഒരു തീമാറ്റിക് കളക്ഷൻ ആരും വാല്യൂ പോലും ചെയ്യില്ല. അപ്പോൾ ഇത് രണ്ടും അത്യാവശ്യമാണ്. നമ്മൾ പറയാൻ പോകുന്ന സ്റ്റോറി എങ്ങനെയാണോ അതിനെക്കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പ് ആണ് ആ കണ്ടൻസ് പേജ്, അതായത് പ്ലാൻ പേജിൽ വരുന്നത്. പിന്നെ ഈ സ്റ്റോറി നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകണം. അതിന് ഡെവലപ്മെൻ്റ് എന്ന് പറയാം. അതിന് പ്രത്യേകം മാർക്ക് തരുന്നതാണ്. ഈ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ഇൻസ്റ്റൻസ് വെച്ച് ആ സീക്വൻസ് അനുസരിച്ച്, ആ പ്ലാനിൽ പറയുന്ന ആ സീക്വൻസ് അനുസരിച്ച് എക്സിബിറ്റ് ചെയ്ത് കൊണ്ടുപോവുക. പ്ലാനും ടൈറ്റിലും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പരിപാടി ഡെവലപ്മെൻ്റാണ്. ഇത് നമ്മൾ എങ്ങനെ ഡെവലപ്പ് ചെയ്ത് നമ്മുടെ കളക്ഷനെ കൊണ്ടുപോകാം എന്നുള്ളതാണ് ഡെവലപ്മെൻറ്റിൽ ഉദ്ദേശിക്കുന്നത്. ഈ ഡെവലപ്മെൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും തീമാറ്റിക് നോളജ് വരും, അതുപോലെ തന്നെ ഫിലാറ്റലിക് നോളജ് വരും. തീമാറ്റിക് നോളജും ഫിലാറ്റലിക് നോളജും കൂടെ ചേർന്നതാണ് ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത്. തീമാറ്റിക് നോളജിൽ തന്നെ തീമാറ്റിക് ടെക്സ്റ്റ് എങ്ങനെ അതിൽ നമ്മൾ എഴുതും, ഓരോ സ്റ്റാമ്പിൻ്റെ താഴെയും അല്ലെങ്കിൽ ആ സൈഡിലൊക്കെ നമ്മൾ എന്തെല്ലാം മാറ്ററാണ് എഴുതേണ്ടത് എന്നുള്ളതാണ് തീമാറ്റിക് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഈ തീമാറ്റിക് ടെസ്റ്റ് എന്ന് പറയുന്നത് തീരെ വലുതാകാനും പാടില്ല, തീരെ നീളം കൂടാനും പാടില്ല, തീരെ ഷോർട്ടായി പോകാനും പാടില്ല. ഒരു പരിധിക്കുള്ളിൽ നിൽക്കത്തക്കവണ്ണം വളരെ ചുരുക്കി എഴുതുക. അത് തന്നെയാണ് തീമാറ്റിക് ടെസ്റ്റ്. ഈ തീമാറ്റിക് ടെസ്റ്റ് നമ്മൾ പ്രദർശിപ്പിച്ചിരിക്കുന്ന ആ സ്റ്റാമ്പ് അല്ലെങ്കിൽ ആ മെറ്റീരിയലുമായിട്ടുള്ള ഒരു ബന്ധം കൂടെ ആയിരിക്കണം ആ തീമാറ്റിക് ടെസ്റ്റ്. ആ സ്റ്റാമ്പിന് അല്ലെങ്കിൽ ആ മെറ്റീരിയലിന് എന്തെങ്കിലും ഒരു ബന്ധം, ഒരു ലിങ്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ സാധാരണയായിട്ട് ആ ലിങ്ക് നമുക്ക് ഉണ്ടെങ്കിൽ ആ ലിങ്ക് കാണാൻ വേണ്ടി, വ്യൂവേഴ്സിന് കാണാൻ വേണ്ടി ആ ലിങ്കിൻ്റെ ആ ഭാഗം നമുക്ക് വേണമെങ്കിൽ ബോൾഡായിട്ട് വേണമെങ്കിൽ ടൈപ്പ് ചെയ്യാം. അതിനെയാണ് തീമാറ്റിക് ടെസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ മെറ്റീരിയൽസ്, തീമാറ്റിക് നോളജിൽ മെറ്റീരിയൽസ് കറക്റ്റായിട്ട് യൂസ് ചെയ്യണം. നമുക്ക് ആ തീം ജഡ്ജസ് നോക്കുന്നത് നമ്മളെടുത്ത് ചൂസ് ചെയ്തിരിക്കുന്ന ആ തീം നമുക്ക് അതിനെക്കുറിച്ച് നല്ല ഗ്രാഹ്യമുണ്ടോ എന്നുള്ളതായിരിക്കും അവർ നോക്കുന്നത്. അപ്പോൾ ആ തീം നമുക്ക് എത്രത്തോളം അറിയാം എന്നുള്ളത് ഈ നമ്മൾ പ്രദർശിപ്പിക്കുന്ന മെറ്റീരിയൽസിൽ കൂടെയാണ് അവർ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ മെറ്റീരിയൽസ് കറക്റ്റായിട്ട് യൂസേജ് ആയിരിക്കണം. കറക്റ്റ് യൂസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് അവിടെ നമുക്ക് പ്രദർശിപ്പിക്കാൻ പാടുള്ളൂ. അത് കഴിഞ്ഞാൽ വരുന്നതാണ് ഫിലാറ്റലിക് നോളജ്. ഫിലാറ്റലിക് നോളജ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു സ്റ്റാമ്പ് അല്ലെങ്കിൽ ഒരു കവറ് ഇറങ്ങുമ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ അതിൻ്റെ താഴെ കൊടുക്കുക. ആ സ്റ്റാമ്പിൽ എന്തെങ്കിലും പെക്യുലാരിറ്റിയോ എന്തെങ്കിലും ഒരു വ്യത്യാസമോ എന്തെങ്കിലും കാണുന്നെങ്കിൽ അതെല്ലാം നമ്മളവിടെ എഴുതി പ്രദർശിപ്പിക്കണം. അതുപോലെ തന്നെ കവറിൻ്റെ, ആ കവർ ഇറങ്ങിയ വർഷം അല്ലെങ്കിൽ കവർ ഇന്നടത്തുനിന്ന് ഇവിടത്തേക്ക് പോയിരിക്കുന്നു എന്നുള്ളതൊന്നും എഴുതേണ്ട കാര്യമില്ലെങ്കിലും ആ കവറിലുള്ള എന്തെങ്കിലും വ്യത്യാസമോ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ ആ കവറിൻ്റെ താഴെ കാണിക്കണം. അതിനെയാണ് ഫിലാറ്റലിക് നോളജ് എന്ന് പറയുന്നത്.
ആ ഫിലാറ്റലിക് മെറ്റീരിയലുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിവുണ്ടോ എന്നുള്ളത് കാണാൻ വേണ്ടിയാണ് ഫിലാറ്റലിക് നോളജ് അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇനി നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാകാൻ വേണ്ടി ഞാൻ എൻ്റെ ആൽബത്തിൻ്റെ ചില ഭാഗങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിൽ ഫിലാറ്റലിക് നോളജും ഫിലാറ്റലിക് ടെസ്റ്റും എല്ലാം കാണാൻ പറ്റും. ആദ്യമായിട്ട് ഞാനൊരു പേജ് കാണിക്കുന്നു. മിത്തോളജി ആൻഡ് സൂപ്പർസ്റ്റിഷൻ എന്നാണ് അതിൻ്റെ സബ് ഹെഡിങ് കൊടുത്തേക്കുന്നത്. ഹോഴ്സിൽ വരുന്നതാണ് അതിൻ്റെ സബ് ഹെഡിങ് ആണ്. ഇത് കണ്ടോ, ഇതിൽ സ്റ്റാമ്പുണ്ട്. മെറ്റീരിയൽസ് ഞാൻ ഇത് എഴുതിയിരിക്കുന്നത് കണ്ടോ, എൻ്റെ ടെസ്റ്റ് വളരെ ചുരുക്കിയാണ് എഴുതിയിരിക്കുന്നത്. ഓരോന്നിൻ്റെയും സ്റ്റാമ്പിന് അതിനോട് ബന്ധപ്പെട്ടതാണ്. ഇവിടെ ബ്ലാക്ക് ഹോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്, അതായത് ബോൾഡ് ലെറ്ററിലാണ് ബ്ലാക്ക് ഹോഴ്സ് എന്ന് കൊടുത്തിരിക്കുന്നത്. കാരണം ഈ ടെസ്റ്റ് എന്ന് പറയുന്നത് ഈ ബ്ലാക്ക് ഹോഴ്സുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതുകൊണ്ടാണ് അവിടെ ബ്ലാക്ക് ഹോഴ്സ് എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഇത് വൈറ്റ് ഹോഴ്സാണ്. വൈറ്റ് ഹോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അതിൻ്റെ മുകളിൽ വൈറ്റ് ഹോഴ്സ് എന്ന് പറഞ്ഞാൽ ബോൾഡായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അത് വൈറ്റ് ഹോഴ്സിനുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതാണ് ലിങ്ക് എന്ന് പറയുന്നത്. ഫിലാറ്റലിക് ലിങ്ക് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ഇതിനെയാണ് പറയുന്നത് ഫിലാറ്റലിക് ലിങ്ക് എന്ന് പറയുന്നത്. വൈറ്റ് ഹോഴ്സ്, ബ്ലാക്ക് ഹോഴ്സ്, അങ്ങനെയുള്ള ലിങ്കുകളെല്ലാം ഞാൻ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്ത് കാണിച്ചിരിക്കുന്നു. പിന്നെ അതുപോലെ ഫിലാറ്റലിക് നോളജിന് വേണ്ടിയാണ് താഴെ ഇതിൻ്റെ താഴെ കണ്ടോ പ്ലേറ്റ് നമ്പർ ഞാൻ കാണിച്ചിട്ടുണ്ട്. കാരണം ഈ സ്റ്റാമ്പിൻ്റെ പുറത്ത് ഇവിടെ കണ്ടോ ഇത് നമ്പർ കാണുന്നുണ്ട്. ഇതിനെ പറയുന്ന പ്ലേറ്റ് നമ്പർ, ആ സ്റ്റാമ്പ് പ്രിൻ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്ലേറ്റിൻ്റെ നമ്പറാണ് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ ഞാൻ പ്ലേറ്റ് നമ്പർ എന്ന് എഴുതി വെച്ചാൽ മതി. കാരണം പറഞ്ഞാൽ പ്ലേറ്റ് നമ്പർ ഇത്രയാണെന്നൊന്നും അവിടെ എഴുതേണ്ട കാര്യമില്ല. പ്ലേറ്റ് നമ്പർ കാണിച്ചാൽ ആ സ്റ്റാമ്പിൽ പ്ലേറ്റ് നമ്പർ ഉണ്ടെന്ന്. അതുപോലെ ഇവിടെ ഞാനൊരു ബുക്കിലെറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് കണ്ടോ, ജപ്പാൻ്റെ ഒരു ബുക്കിലെറ്റാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ജപ്പാൻ്റെ ബുക്കിലെറ്റ് ഞാൻ അതിൻ്റെ താഴെ പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് ഫിലാറ്റലിക് നോളജ് എന്ന് പറയും. അപ്പം ഈ ടെസ്റ്റ് ഇവിടെ എഴുതുന്ന ഈ ടെസ്റ്റ്, അതായത് ഇതൊക്കെ പറയുന്നത് തീമാറ്റിക് നോളജിൽ വരുന്നതും ഈ സ്റ്റാമ്പിൻ്റെ അടിയിലൊക്കെ വരുന്നത് ഫിലാറ്റലിക് ടെസ്റ്റ് അല്ലെങ്കിൽ ഫിലാറ്റലിക് നോളജ് ആണ്. അപ്പോൾ ഇങ്ങനെ വരുന്നതിനാണ് തീമാറ്റിക് ടെസ്റ്റ്. ഇതെങ്ങനെയാണ് ഒരു ഡെവലപ്മെൻ്റ് ഉണ്ടാക്കേണ്ടത്. ഇനിയും വേറെ പേജുകൾ കാണിച്ചു തരാം. നിങ്ങൾ മെറ്റീരിയൽസ് കൂടെ നോക്കണം. ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് എന്തെല്ലാമാണെന്നുള്ള ഇവിടെ ഉപയോഗിക്കുന്നത്. ഇതിൽ കണ്ട മറ്റേ മീറ്റർ ക്യാൻസലേഷൻസ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതൊരു ബുക്കിലെറ്റാണ്, വേറൊരു ബുക്കിലെറ്റാണ്. നേരത്തെ കാണിച്ചതിൽ ഒരു ബുക്കിലെറ്റ് ഉണ്ടായിരുന്നു, ഇതിൽ വേറൊരു ബുക്കിലെറ്റാണ്. പിന്നെ ഇത് രണ്ടും മീറ്റർ ക്യാൻസലേഷൻസാണ്. ഇത് സ്റ്റാമ്പുകളാണ്. അപ്പോൾ അതിൻ്റെ ടെസ്റ്റുകൾ എഴുതിക്കുന്നുണ്ട്. അതായത് സ്റ്റാമ്പിൻ്റെ താഴെയും വശങ്ങളിലൊക്കെ ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഇത് വേറൊരു മെറ്റീരിയലാണ്, വേറൊരു പേജാണ്. ഈ മെറ്റീരിയൽ കണ്ടോ, ഇത് ഒരു കാർഡാണ്, പോസ്റ്റ് കാർഡ്. ഈ സാധനം എന്ന് പറയുന്നത് ഒരു പോസ്റ്റ് കാർഡാണ്. അപ്പോൾ ഈ പോസ്റ്റ് കാർഡ് നമ്മൾ അതിലൊരു കുതിരയുടെ പടം ഉള്ളത് കൊണ്ടാണ് ഇത് കുതിര എന്ന് പറയുന്ന ആ തീമിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് വേറൊരു ബുക്കിലെറ്റാണ്, ബുക്കിലെറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാൻസലേഷൻ കണ്ടോ, ഞാൻ പറഞ്ഞില്ല തീമാറ്റിക് ക്യാൻസലേഷൻ കൊടുത്തിരിക്കുന്നത്. അവിടെ കുതിരയുടെ പടം ഉള്ളതുകൊണ്ട് കൊടുത്തിരിക്കുന്നു. പക്ഷേ സ്റ്റാമ്പ് നോക്കൂ, രാജ്ഞിയുടെ സ്റ്റാമ്പാണ്. പക്ഷേ നമ്മളിവിടെ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ഈ കുതിരയുടെ ഇതിനാണ്. അപ്പോൾ കുതിരയുടെ ക്യാൻസലേഷനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇവിടെയും ഒരു പ്ലേറ്റ് നമ്പറുള്ള ഒരു സാധനമുണ്ട്, അതുകൊണ്ട് താഴെ പ്ലേറ്റ് നമ്പർ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ഇത് വേറൊരു പേജ്. അങ്ങനെ ഏത് പേജ് എടുത്ത് നോക്കിയാലും അതിൽ ഡിഫറെൻ്റ് മെറ്റീരിയൽസും ഡിഫറെൻ്റ് ടെക്സ്റ്റുകളും ഒക്കെ കാണാൻ പറ്റും. അതായത് ഈ മെറ്റീരിയൽ നോക്കൂ, ഇതൊരു എററാണ്, ഇതൊരു സ്റ്റാമ്പിൻ്റെ എററാണ്. അതുകൊണ്ട് ആ എറർ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് ആ ബോർഡർ കണ്ടോ ഞാൻ ബോൾഡായിട്ട് കൊടുത്തിരിക്കുന്നത്. ആ ബോൾഡായിട്ട് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ജഡ്ജസ് പെട്ടെന്ന് നോക്കാൻ വേണ്ടിയാണ്. അത് ഞാൻ ആദ്യത്തെ പേജിൽ പറയും. ഇന്നപോലെ ബോൾഡ് ബോർഡറിൽ കൊടുത്തിരിക്കുന്നതെല്ലാം പ്രധാനപ്പെട്ട മെറ്റീരിയൽസ് ആണെന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒരു എക്സിബിറ്റ് പേജ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് വേണമെങ്കിൽ ഹിഞ്ചസ് ഒട്ടിച്ച് വയ്ക്കാം, അല്ലെങ്കിൽ ഹാബിറ്റ് മൗണ്ട്സ് എന്ന് പറയുന്ന ഇത് ഹാബിറ്റിനകത്താണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇത് ഒരു സ്റ്റാമ്പ് ഇങ്ങനെ ഇളക്കിയെടുക്കാമെന്നുള്ള ഒരു രീതിയിലാണ് വെച്ചിരിക്കുന്നത്.
പുറത്തെടുക്കാം, തിരിച്ച് അതേപോലെ വയ്ക്കുകയും ചെയ്യാം, തിരിച്ച് വയ്ക്കുകയും ചെയ്യാം. അങ്ങനത്തെ രീതിയിൽ ഇതിനെ പറയുന്ന ഹാബിറ്റ് മൗണ്ട്സ് എന്ന്. ഹാബിറ്റ് മൗണ്ട്സിലും വയ്ക്കാം, ഹിഞ്ചസ് ചെയ്ത്, അതായത് ഒട്ടിച്ച് വയ്ക്കാം. പുറകിൽ ഒരു ചെറിയ ബട്ടർ പേപ്പർ ഇട്ട്, ചെറിയ പീസ് ബട്ടർ പേപ്പർ ഇട്ട് ഒട്ടിച്ച് വയ്ക്കാം. അതിനാണ് ഹിഞ്ചസ് എന്ന് പറയുന്നത്. പക്ഷേ ഹിഞ്ചസ്, മിൻറ്റ് സ്റ്റാമ്പ് ഹിഞ്ചസ് ആയിട്ട് ഒട്ടിച്ച് വെച്ചാൽ അതിൻ്റെ വാല്യൂ കുറയും. അതുകൊണ്ട് കഴിയുന്നതും എല്ലാവരും ഈ ഹാബിറ്റ് മൗണ്ട്സിനകത്ത് വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. തീമാറ്റിക് കളക്ഷൻ്റെ അടുത്ത പ്രധാന ഭാഗം എന്ന് പറയുന്നത് കണ്ടീഷൻ റെയറിറ്റിയാണ്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയലിൻ്റെ കണ്ടീഷനാണ്. അത് ഏറ്റവും നല്ല കണ്ടീഷനുള്ള സ്റ്റാമ്പുകളും മെറ്റീരിയൽസ് മാത്രം ഉപയോഗിക്കുക, അല്ലാത്ത പക്ഷം മാർക്ക് കുറയുന്നതാണ്. അതുകൊണ്ട് നല്ല കണ്ടീഷനുള്ള സാധനം മാത്രമേ തീമാറ്റിക് മെറ്റീരിയൽസ് ആയിട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ. റെയറിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും റെയറായിട്ടുള്ള സാധനങ്ങൾ, അതായത് മെറ്റീരിയൽസ് കൂടുമ്പോൾ നമുക്ക് മാർക്ക് കൂടും. റെയറിറ്റി എത്രത്തോളം കൂടുകയിരിക്കുമോ അത്രത്തോളം നമ്മുടെ മാർക്കും കൂടും. നമുക്ക് ഗോൾഡ് മെഡൽ വരെ കിട്ടാവുന്നതാണ് റെയറിറ്റിയുടെ അനുസരിച്ച്. അതുകൊണ്ട് കഴിയുന്നത് റെയറായിട്ടുള്ള സാധനങ്ങൾ, മെറ്റീരിയൽസ് നിങ്ങൾ കളക്ട് ചെയ്യാൻ നോക്കുക. പിന്നെ വരുന്നതാണ് പ്രസൻറ്റേഷൻ. മൂന്നാമത്തെ കാര്യം പ്രസൻറ്റേഷനാണ്. നമ്മൾ എങ്ങനെ പ്രസൻറ്റ് ചെയ്തു എന്നുള്ളതാണ് ഈ പ്രസൻറ്റേഷനിൽ വരുന്നത്. അതായത് ഒരു പേജിൽ എത്രത്തോളം സ്റ്റാമ്പ് വയ്ക്കാം, കൂടുതൽ സ്റ്റാമ്പുകളാവാൻ പാടില്ല, കൂടുതൽ ടെക്സ്റ്റ് ഞെരുങ്ങി നിൽക്കാനും പാടില്ല, തീരെ സ്പേസ് കിടക്കാനും പാടില്ല. ആ രീതിയിൽ വേണം നമ്മൾ അറേഞ്ച് ചെയ്യേണ്ടത്. അതിനെ പ്രസൻറ്റേഷൻ എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പ്രത്യേകം മാർക്കുകളും അവർ തരുന്നുണ്ട്. നമുക്ക് ഇപ്പോൾ മൊത്തം 100 മാർക്കാണ് ഈ തീമാറ്റിക് കളക്ഷൻ ഉള്ളത്. അതിൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്ന 35 മാർക്കാണ്. ട്രീറ്റ്മെൻറ്റിൽ വരുന്നത് ടൈറ്റിൽ ആൻഡ് പ്ലാൻ എന്ന് പറയുമ്പോഴത്തേക്കും അതിന് 15 മാർക്കാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. രണ്ടാമത്തത് ഡെവലപ്മെൻറ്റ് എന്ന് പറയും. ഡെവലപ്മെൻറ്റിന് കിട്ടുന്നതും 15 മാർക്ക്. അപ്പോൾ 15 30 മാർക്ക് അതിന് കിട്ടി. പിന്നെ ഇന്നൊവേഷൻ, നിങ്ങൾ എന്തെങ്കിലും അതിൽ പുതിയ കണ്ടുപിടുത്തങ്ങൾ നിങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടേതായിട്ടുള്ള ഒരു കണ്ടുപിടുത്തം അതിലുണ്ടെങ്കിൽ അതിനൊക്കെ കൂടെ ഒരു 5 മാർക്ക്. അങ്ങനെ 35 മാർക്കാണ് ട്രീറ്റ്മെൻറ്റിന് കിട്ടുന്നത്. അടുത്തത് നോളജ് ആൻഡ് സ്റ്റഡി ആൻഡ് റിസർച്ച് അതിനാണ് കിട്ടുന്നത്. അതിന് 30 മാർക്കാണ് കിട്ടുന്നത്. അപ്പോൾ ഈ 30 മാർക്ക് എന്ന് പറയുമ്പോൾ തീമാറ്റിക് നോളജ്, നമ്മൾ എത്രത്തോളം ഞാൻ നേരത്തെ കാണിച്ചതുപോലെ തീമാറ്റിക് ആയിട്ടുള്ള നോളജിന് 15 മാർക്ക് തരും. ഫിലാറ്റലിക് നോളജിന് 15 മാർക്ക്. അപ്പോൾ 15 30 മാർക്ക്. അത് നല്ലവണ്ണം എഴുതിയാൽ കിട്ടും, അല്ലാത്തപ്പം അതിൻ്റെ മാർക്ക് കുറയും. നമ്മൾ എഴുതുന്നതനുസരിച്ച് നമ്മുടെ അറിവ് അനുസരിച്ചായിരിക്കും അവരതിന് മാർക്ക് കിട്ടുന്നത്. അപ്പോൾ 15 30 മാർക്ക് നോളജ്, സ്റ്റഡി ആൻഡ് റിസർച്ച് എന്നുള്ള വിഭാഗത്തിന് കിട്ടും. മൂന്നാമത് കണ്ടീഷൻ ആൻഡ് റെയറിറ്റി. കണ്ടീഷൻ ആൻഡ് റെയറിറ്റിക്ക് 30 മാർക്കാണ് തരുന്നത്. അതിൽ കണ്ടീഷന് 10 മാർക്കും റെയറിറ്റിക്ക് 20 മാർക്കാണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കഴിയുന്നതും റെയറായിട്ടുള്ള ഐറ്റങ്ങൾ കൂടുതൽ കളക്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ കണ്ടീഷന് 10ഉം റെയറിറ്റിക്ക് 20 മാർക്കും ചേർന്ന് കണ്ടീഷൻ ആൻഡ് റെയറിറ്റിക്ക് 30 മാർക്ക്. അപ്പം 35 30 അപ്പം 95 മാർക്ക് മൊത്തമായി. ഇനിയുള്ളത് 5 മാർക്കാണ് പ്രസൻറ്റേഷൻ. നമ്മൾ എങ്ങനെ അത് പ്രസൻറ്റ് ചെയ്തു, നമ്മുടെ എക്സിബിറ്റ് നമ്മൾ എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യുക, ആളുകൾക്ക് അതൊരു അട്രാക്ഷനായിട്ട് തോന്നുന്നുണ്ടോ, കൂടുതൽ ഞെരുങ്ങിപ്പോയോ, കൂടുതൽ ഞെരുങ്ങാതിരിക്കുന്നോ, കൂടുതൽ സ്പേസ് കിടക്കുന്നോ ഒക്കെ നോക്കിയാണ് അതിൻ്റെ മാർക്ക് തരുന്നത്. അതിന് 5 മാർക്കാണ് തരുന്നത്. അപ്പം മൊത്തം 100 മാർക്ക്. 100 മാർക്കിൽ 80 മാർക്കിൽ കൂടുതൽ കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു വെർമയിൽ കിട്ടുള്ളൂ. 90 മാർക്കിൽ കൂടുതൽ കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് ഗോൾഡ് മെഡൽ കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഒരു വെർമയിൽ അല്ലെങ്കിൽ ഒരു ഗോൾഡെങ്കിലും വാങ്ങാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക. നല്ലവണ്ണം ഒരു എക്സിബിറ്റ് ഉണ്ടാക്കുക. ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഏറെ ഉപകാരപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം.